നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 46 വയസ്സുള്ള വീട്ടമ്മ ആശുപത്രിയിലേക്ക് വരുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ചലന വൈകല്യവുമായിട്ടാണ്. അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചവയ്ക്കുന്നത് പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. സദാസമയം ഇങ്ങനെ ഒരു ചലനം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിലൊന്നും കിടപ്പില്ല, പക്ഷേ നിരന്തരമായി ചവയ്ക്കുന്ന പോലെയുള്ള ചലനങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നു, അതിൻ്റെ കൂടെ കൈയും ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു അവസ്ഥ പ്രകടമായി കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വീട്ടുകാർക്ക് വലിയ ധാരണയൊന്നുമില്ല. പല ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ അവരൊക്കെ നോക്കിയിട്ട് ചില പ്രത്യേകതരം ചലന വൈകല്യങ്ങളാണ്, അങ്ങനെയുള്ള ചില രോഗങ്ങളാണെന്നൊക്കെ പറയുന്നു. പക്ഷേ പല ചികിത്സകൾ കൊടുത്തിട്ടും അത് മാറ്റം വരുന്നില്ല. ഒടുവിൽ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങൾ മറ്റെന്തെങ്കിലും മരുന്നുകൾ ഇവർ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ മനസ്സിലായി ഇവരുടെ ഭർത്താവിന് ഒരു മാനസിക ആരോഗ്യ പ്രശ്നമുണ്ട്, സംശയരോഗവും അത്തരം ലക്ഷണങ്ങളൊക്കെ. അതിനുവേണ്ടി ഒരു 20 വർഷത്തിന് മുൻപ് ഒരു ഡോക്ടറിനെ കാണാനിടയായി. ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുക്കുകയുണ്ടായി. ആ മരുന്ന് പിന്നീട് ആ ഭർത്താവ് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സംശയ ലക്ഷണങ്ങൾ കുറയുമ്പോൾ മരുന്നങ്ങ് തന്നെ നിർത്തും. ഡോക്ടറെ പോയി കാണാറേയില്ല. ഇപ്പോൾ വീണ്ടും സംശയ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ ബന്ധുക്കളെല്ലാം കൂടെ നിർബന്ധിക്കും, വീണ്ടും കുറച്ച് നാൾ കഴിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭർത്താവ് മരുന്ന് കഴിച്ചു തുടങ്ങി ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയ്ക്ക് ഉറക്കക്കുറവ് വന്നു. രാത്രിയിൽ ഉറക്കക്കുറവ് വന്നപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിനൊക്കെ ഒരു ഡോക്ടറിനെ പോയി കാണുക എന്ന് പേടിച്ചിട്ട് ഭർത്താവ് എന്തായാലും ഒരു മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ആ മരുന്ന് കഴിക്കുമ്പോൾ ഉറക്കം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി 20 വർഷം മുൻപ് ആ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ഇവർ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇവർ ഡോക്ടറെ കണ്ടിട്ടില്ല, ഇവരുടെ രോഗനിർണയം നടന്നിട്ടില്ല, എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷേ ഭർത്താവിൻ്റെ സംശയരോഗത്തിന് വേണ്ടി കഴിച്ചിരുന്ന മരുന്ന് ഈ ഭാര്യ എടുത്ത് ഉറക്കക്കുറവിന് വേണ്ടി കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 20 വർഷമായിട്ട് എല്ലാ ദിവസവും ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല, ഒരു തരത്തിലുള്ള രോഗനിർണയവും നടന്നിട്ടില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മരുന്ന് അവർ ഈ കൂടെ വന്ന ബന്ധുക്കളെടുത്ത് കാണിക്കുകയും ചെയ്തു. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതൊരു പഴയകാല മരുന്നാണ്. പണ്ട് കാലത്ത് ഡോക്ടർമാർ ഉപയോഗിച്ചിരുന്ന ഒരു ചിത്തഭ്രമ വിരുദ്ധ ഔഷധമാണ്, ഒരു ആൻറ്റിസൈക്കോട്ടിക്കാണ്. അത്തരം മരുന്നുകളൊന്നും സാധാരണ ഇപ്പോൾ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. പഴയ കാലത്താണത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ചോദിച്ചു വന്നപ്പോഴാണ് 20 വർഷത്തിലേറെ മുൻപാണ് ഈ മരുന്ന് ഡോക്ടർ എഴുതിയിരുന്നു. ഒരു പ്രാവശ്യമേ ഡോക്ടറെ കണ്ടിട്ടുള്ളൂ, പിന്നീട് ഡോക്ടറിനെ കണ്ടിട്ടുമില്ല. അപ്പോൾ കഴിഞ്ഞ 20 കൊല്ലത്തോളമായിട്ട് ഈ സ്ത്രീ ഉറക്കക്കുറവിന് എന്ന പേരിൽ ഈ മരുന്ന് ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗുളിക കഴിച്ചാൽ ഉറക്കം കിട്ടാതെ വരുമ്പോൾ 2 എണ്ണം എടുത്ത് കഴിക്കും. ഈ ചൂടുകാലമൊക്കെ വരുമ്പോൾ ഉറക്കം തീരെ കിട്ടാതെ വരുമ്പോൾ 3 എണ്ണം എടുത്ത് കഴിക്കും. ഇത് ആരോടും ചോദിക്കുന്നില്ല, അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങളിൽ പഴയകാല ഔഷധങ്ങൾ, ഈ പുതിയ കാലത്തെ ഔഷധങ്ങൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകൾ പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശമൊന്നുമില്ലാതെ ദീർഘകാലം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർശ്വഫലമാണ് ഈ സ്ത്രീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടാർഡീവ് ഡിസ്കൈനേസിയ എന്ന് പറയും. ഈ ടാർഡീവ് ഡിസ്കൈനേസിയയുടെ ഒരു പ്രത്യേകത, ഈ ചുണ്ടിന് ചുറ്റുമുള്ള പേശികൾ ഇങ്ങനെ വലിഞ്ഞു മുറുകി ഇങ്ങനെ ചവയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ചുണ്ടിൽ അസ്വാഭാവിക ചലനങ്ങൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഏതാണ്ട് ഒരു മുയലിൻ്റെ മുഖഭാവം പോലെയുള്ള ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ചലനങ്ങൾ പ്രകടമാവും. അത് കുറേ നാളത് വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഈ മരുന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെയും കുറേ നാൾ കഴിച്ചപ്പോഴാണ് ഈ കൈക്കും കൂടെ ഇങ്ങനത്തെ അസ്വാഭാവിക ചലനങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവർ ഈ എടുത്ത് കഴിച്ച മരുന്ന് തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നൊരു മരുന്നാണ്. അത് കൊടുക്കുന്നത് തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂടിയ തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വന്നവർക്ക് മാത്രമാണ്. ഇവർക്ക് പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഒരു മരുന്ന് വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഉറക്കക്കുറവുണ്ടായിരുന്നുവെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടുള്ള ഉറക്കക്കുറവായിരുന്നു, മറ്റു മരുന്നുകളായിരുന്നു അതിന് അനുയോജ്യം. പക്ഷേ അത് മനസ്സിലാക്കാതെ ഈ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുന്ന മരുന്ന്, അത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ദീർഘകാലം ഇങ്ങനെ കഴിച്ചതിൻ്റെ ഫലമായി ഈ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ തലച്ചോറിലുള്ള ഡോപ്പമിനുമായി ബന്ധപ്പെടുന്ന അത്തരം ആ ഘടകങ്ങൾ അത് വല്ലാത്ത രീതിയിൽ മന്ദീഭവിക്കുകയും അത് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് സൂപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അമിത പ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി വരുന്ന ചലന വൈകല്യമാണ് ഈ ടാർഡീവ് ഡിസ്കൈനേസിയ. അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഈ പറഞ്ഞ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി. ഈ ചലന വൈകല്യങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകൾ കൊടുത്തു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, 3-4 ആഴ്ചകൾക്കുള്ളിൽ ഇതിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു. അവരെ ഡിസ്ചാർജ് ചെയ്തു.
വീണ്ടും അവർ ദീർഘകാലം ഔട്ട് പേഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. ഏതാണ്ടൊരു 8-9 മാസം ചികിത്സ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഈ ചലനവൈകല്യം പൂർണ്ണമായിട്ടും മാറിയത്. ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ എല്ലാ മാനസികാരോഗ്യ മരുന്നുകളും എല്ലാവർക്കും പറ്റിയതല്ല. വ്യത്യസ്ത തരത്തിൽപ്പെടുന്ന മരുന്നുകൾ നിലവിലുണ്ട്. അത് ഓരോ മരുന്നുകളും ഓരോ രോഗങ്ങൾക്കുള്ളതാണ്. ആ ഒരു രോഗമില്ലാത്ത ഒരാൾ ആവശ്യമില്ലാതെ ആ മരുന്ന് കഴിച്ചാൽ അത് സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഉറക്കക്കുറവ് അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം വരുന്നു, അതിന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വെറുതെ മരുന്ന് വാങ്ങി കഴിക്കരുത്. അത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് കൃത്യമായിട്ട് രോഗനിർണയം നടത്തി കൃത്യമായ ചികിത്സ തേടുക തന്നെ ചെയ്യുക. നന്ദി, നമസ്കാരം.